ഈ ടിഷ്യൂ സിൽക്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാബ്രിക് വന്നിട്ടുണ്ട്. ഇതുണ്ട്, ഈ വീവ് നോക്കി, വീവ് കണ്ടു കഴിഞ്ഞാൽ അറിയാം. സിൽവർ ഗോൾഡ് പട്ട, ഒരു ഹാഫ് വീവിങ് എന്ന് പറയാം. ഇതാണ് പിന്നെ ഇവിടെ എടുത്തിട്ട് നോക്കി, ഗോൾഡ് ഒരു ഹാഫ് പോർഷനിൽ ഏകദേശം ഒരു 20 ഇഞ്ചിലേക്ക് ഗോൾഡ് മാത്രമായിട്ട് വന്നിട്ട് പിന്നെ സിൽവർ ഗോൾഡ് പട്ട കയറി വന്നിട്ടുള്ള ഫാബ്രിക്. അതുപോലെ തന്നെ വേറൊരു ഫാബ്രിക് ഉണ്ട്, 3D കോമ്പിനേഷൻ, യെല്ലോയിഷ് ഗോൾഡ്, സിൽവർ, അതുപോലെ ആൻറ്റിക് ചെറി, ഇങ്ങനെ മൂന്നും കൂടെ മിക്സായിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ഒരു വീവ്. ഓക്കെ, ഈ ഡിസൈനേഴ്സിന് അല്ലെങ്കിൽ ബൊട്ടിക് ഓണേഴ്സിന് പെട്ടെന്ന് കത്തും ഇതെന്ത് ചെയ്യാൻ പറ്റുമെന്ന്. എല്ലാ പർപ്പസസിനും ഉപയോഗിക്കാൻ പറ്റും. ഇതുണ്ട് ഫാബ്രിക്, യെല്ലോ ഗോൾഡ്, സിൽവർ, ആൻറ്റിക് കളർ, മിക്സ് ഓഫ് കോമ്പിനേഷനിൽ ഡ്രസ്സസോ ഓർ എന്തെങ്കിലും പാർട്ടി വെയർ ഡ്രസ്സസ് ചെയ്യാൻ ഇൻട്രസ്റ്റിംഗ് ഉണ്ട് എങ്കിൽ ഫാബ്രിക് നമ്മുടെ കയ്യിലുണ്ട്. ഹോൾസെയിൽ വേണമെങ്കിൽ TTC, റീറ്റെയിൽ വേണമെങ്കിൽ മെലാഞ്ചും നല്ലൊരു ഓപ്ഷനായിരിക്കും. ഫാബ്രിക്സ് അപ്ഡേറ്റ് ആവുന്നുണ്ട്, പുതിയ ഫാബ്രിക്സ് അപ്കമിങ് സീസണിലേക്ക് വരുന്നുണ്ട്. അതിനെ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് നമുക്ക് നല്ലതായിരിക്കും നമ്മുടെ ബിസിനസ്സിൽ. ലിമിറ്റഡായിട്ട് 4-5 ഫാബ്രിക്സിൽ മാത്രം ബിസിനസ് ചെയ്തുകൊണ്ട് പോകുന്ന സെറ്റപ്പ് അല്ല ഞാൻ പറയുന്നത്. മാർക്കറ്റിൽ പുതിയതായിട്ട് വരുന്ന ഫാബ്രിക്സിനെ നമ്മൾ ട്രൈ ചെയ്യണം. എന്നാലേ നമ്മുടെ ബിസിനസ്സിന് ഒരു അപ്പ് വരണ്ടേ. ഇല്ല എങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് കസ്റ്റമറിൽ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ സർക്കിളിൽ മാത്രമായി പോകും നമ്മുടെ ബിസിനസ്. ആ സർക്കിളിൽ നിന്ന് മുകളിൽ പോകണമെങ്കിൽ പുതിയ ഫാബ്രിക്സിനെ ട്രൈ ചെയ്യണം. അതിനുള്ളൊരു ഓപ്ഷൻ നമ്മുടെ TTCയിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. മെലാഞ്ചിൽ ഡയബിളായിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫാബ്രിക്സും തന്നെ റീറ്റെയിലായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ TTCയിലാണ്. അതിൽ മാർക്കറ്റിൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഫാബ്രിക്സിന് ഓൾമോസ്റ്റ് എബോവ് 100 ആർട്ടിക്കിൾസ് TTCയിൽ ഹോൾസെയിലായിട്ട് അവൈലബിൾ ആണ് ഡയബിളിൽ. ഇപ്പം ഞങ്ങൾ 10-60 ഫാബ്രിക്സോളം പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് തന്നെ അറിയില്ല ഇതിന് എന്ത് പേരിടണം, എന്ത് പേരിലാണ് ഇതിനെ വിളിക്കേണ്ടത്, എങ്ങനെയാണ് എന്ന്. നമ്മളത് പഠിച്ചിട്ട് ചെയ്യുന്നൊരവസ്ഥ. അപ്പോൾ എത്ര അപ് ടു ഡേറ്റ് ആയിട്ടാണ് മാർക്കറ്റ്, അല്ലെങ്കിൽ എത്ര അപ്ഡേറ്റഡ് ആയിട്ടാണ് മാർക്കറ്റ് പോകുന്നതെന്ന് ചിന്തിച്ച് നോക്കി. അങ്ങനെ ഫാബ്രിക്സിലും അതുപോലെ ഡിസൈൻസിലും ക്ലോത്തിങ്ങിലും ഫൈബേഴ്സിലെല്ലാം ഇങ്ങനെ എത്ര പെട്ടെന്ന് അതിൻ്റെ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ അപ്ഡേറ്റ്സിനെ നമ്മൾ ആക്സസ് ചെയ്തില്ലെങ്കിൽ നമ്മളെങ്ങനെ ബിസിനസ്സിൽ വളരും? ഫാബ്രിക്സ് ട്രൈ ചെയ്യുക. താങ്ക് യു സോ മച്ച്.